ഇതിങ്ങനെ കുറെ ഓലപ്പാമ്പുകളല്ലേ, അതൊക്കെ വരിട്ടാവുക. അത് കഴിഞ്ഞിട്ട് കേസാകുമ്പോ നമുക്ക് വക്കീലിനായിട്ട് ബന്ധപ്പെടാം. ആ യവനാണ് തന്ത. ലെവൻ്റെ മോനുണ്ടല്ല, ഓടിച്ചാടി സ്വിമ്മിങ് പൂൾ വഴി ചെന്ന് പൊള്ളാച്ചി ചെന്ന് നിന്ന ലെവൻ. യവൻ വന്നിരുന്ന് ചാനലുകളിൽ മണ്ട കുത്തി മറിയുമ്പോൾ ആലോചിക്കുമായിരുന്നു, ഇതൊക്കെ എവിടുന്ന് വരണം, എന്തൊരു പഠിപ്പിച്ച് വിട്ടിരിക്കണം, ആര് പഠിപ്പിച്ച് വിട്ട് എന്നൊക്കെ. ഇപ്പം ആ സംശയം അങ്ങ് മാറിക്കിട്ടിയേട്ടാ. മത്തം കുത്തിയാൽ കുമ്പളം മുളയ്ക്കൂലല്ല. പോലീസ് അയച്ച അത് ലഹരിയുടെ കാര്യത്തിന് ഒരയച്ച നോട്ടീസിനെ പറയണതാണ് ഓലപ്പാമ്പ്. 10 കൊല്ലം കൊണ്ട് ഞങ്ങൾ കേസുകൾ നടത്തണവർ എന്നെ കേസുകളുടെ കാര്യമൊന്നും ഞങ്ങളാരും പറഞ്ഞ് പഠിപ്പിക്കണ്ട, ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണ്ട, ഞങ്ങൾക്കറിയാം എന്തൊരു ചെയ്യണമെന്ന്. കേസ് വരുമ്പോഴല്ലേ അത് ഞങ്ങൾ നോക്കിക്കോളാം. നമുക്ക് കേസ് നടത്തി 10 കൊല്ലം കേസ് നടത്തിയിട്ട് പരിചയമുണ്ട്. അപ്പൊ ഒരു കേസ് എപ്പോഴാവണേന്ന് നമുക്കറിയാം. മക്കളി എങ്ങനെയാണെങ്കിലും കാശ് ഉണ്ടാക്കിക്കൊണ്ട് ഇട്ട് കൊടുത്താൽ മതിയല്ലേ അല്ലേ, ബാക്കി കാര്യങ്ങൾ നോക്കാൻ ഇങ്ങനെയുള്ള മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ സമൂഹം കുറെ വളരും. അവനവൻ സംസ്കാരവും മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറിക്കൂടാന്നൊക്കെ ആദ്യം പഠിക്കുന്നത് സ്വന്തം കുടുംബങ്ങളിൽ നിന്നാണ്. തന്തയും തള്ളയൊക്കെ വേണം നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും. ആൺപിള്ളേരാണെങ്കിൽ പെണ്ണുങ്ങളുടെ അടുത്ത് എങ്ങനെ മര്യാദയ്ക്ക് പെരുമാറണം എന്നൊക്കെ വീട്ടിൽ നിന്നാണ് പഠിച്ച് പോകേണ്ടത്. ഇപ്പൊ യവൻ ഈ കാണിക്കുന്ന പേക്കുത്തുകളുടെ ലൈസൻസ് എവിടെ നിന്നാന്ന് മനസ്സിലായി. തന്തയാൻ തള്ള സഹോദരൻ എല്ലാം ഒരുപോലെ നിൽക്കുകയാണ്. മറ്റേ കളക്ടർ മാഡം പറഞ്ഞതുപോലെ കർണന്റെ കവചകുണ്ഡലം പോലെ ഇങ്ങനെ നിന്ന് രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തന്തയൊക്കെ ഇതല്ലേ മുതൽ. ചുമ്മാ അല്ല ഈ പരാതി കൊടുത്തവളിപ്പോൾ എങ്ങും അല്ലാതെ നിൽക്കണത്. മറ്റവൾ പേടിച്ച് വരണ്ടെങ്ങാണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഒരു കാരണവശാലും നിയമപരമായിട്ട് അവൾ പോവില്ല, പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കൂല്ലെന്നാണ് പറയണത്. ഇതൊക്കെ മാധ്യമപ്രവർത്തകരുടെ അടുത്ത് ലൈവായിട്ട് ഇയാളൊക്കെ ഈ വകയാണ് കാട്ടണതെങ്കിൽ ആ പെണ്ണിനെ വിളിച്ച് നല്ല പൊളപ്പം ഭീഷണിയായിരിക്കും കൊടുത്തിരിക്കുന്നത്. അവൾ വരണ്ട് പോവുകയും ചെയ്തു. എള്ളുവരെ നട്ടലുണ്ടെങ്കിൽ എന്തൊരു ചെയ്യണം, ഇറങ്ങി തിരിക്കുക തന്നെ. യവനെ പോലുള്ളവരുടെയൊക്കെ അഹങ്കാരം എന്തിനാണെന്നറിയാവാ, നമ്മുടെ ഈ പേടികൾ തന്നെ. എന്തിന് പെമ്പിള്ളേർ പേടിക്കണത്? പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ശരി, ഇമാതിരി തോന്നിയാസമൊക്കെ കാണിക്കുമ്പോൾ യവനെയൊക്കെ എത്ര നാൾ ജയിലിൽ കിടക്കുന്ന ഒരു വകുപ്പുണ്ടോ അത് പരമാവധി വാങ്ങിച്ച് കൊടുക്കണം. അതൊക്കെ ഇനി കണ്ടറിയേണ്ടത് തന്നെ. കഴിഞ്ഞ ദിവസവും കുറേ പേര് പറയണത് കേട്ട്, ഇവളിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നെങ്കിൽ ആരെടുത്തങ്ങ് മറിച്ചേനെ. അതൊരു പരിധി വരെ ശരിയാണ്. എന്നാലും എൻ്റെ അപ്പി നമ്മൾ എന്തെങ്കിലും ചെയ്തു, നമ്മൾ ചെയ്യാനുള്ള ചെയ്തു എന്നൊരു മനസ്സിനൊരു തൃപ്തിയെങ്കിലും ആവുമല്ലോ. ഇവിടെ ഇന്ത്യ എന്ന് ഉള്ള തോന്നിയാസം എല്ലാം കാണിച്ചിട്ട് സ്വന്തമായിട്ട് ഒരു രാജ്യം ഉണ്ടാക്കിയെന്ന് പറയണ ഒരു അവൻ്റെ പേരെന്താ, ഒരു കള്ളസ്വാമി ഉണ്ടല്ലോ, നിത്യാനന്ദൻ. യവൻ്റെ രാജ്യത്തെ കറൻസി വരെ ഇവിടെ ആളുകൾ കണ്ടുപിടിച്ചു. യവൻ എവിടെയാണ് അതുവരെ ഇവിടെ കണ്ടുപിടിച്ചിട്ടും കേരളത്തിൽ നിന്ന് കുറച്ചപ്പുറത്ത് മാറി കിടക്കുന്ന തമിഴ്നാട്ടിലുള്ള പൊള്ളാച്ചി കിടക്കുന്നവനെ ഇതുവരെ കിട്ടിയില്ല. അവൻ ഇനി നേരിട്ട് വന്നോളും. അവൻ്റെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നേരിട്ട് വന്നോളും. അവൻ്റെ അമ്മായിയുടെ വീട്ടിലേക്കാണ് പോണത്. എനിക്കതല്ല അതിശയം കേട്ടോ. മക്കളിങ്ങനെ കന്നന്തിരിവുകൾ കാണിക്കുമ്പോൾ ഈ തന്തയാനും തള്ളയ്ക്കൊക്കെ എങ്ങനെ ഇവരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ തോന്നണമെന്നാണ്. എങ്ങനെ പറ്റണം എന്തോ. പൈസ ഒരു കൂട്ടം ഉണ്ടാ, അത് മതി, പിന്നെ എന്തൊരു വേണം കാണിക്കും. സമൂഹം എങ്ങോട്ട് പോകണം എന്തോ. ഇതിനൊക്കെ എത്രയോ അന്തസ്സുണ്ടായിരുന്നു. ഒരു പെറ്റ തള്ളയല്ലേ മോൻ ലഹരി ഉപയോഗിക്കണതിന്. സാധാരണക്കാരിയായിട്ടുള്ള വീട്ടമ്മ, വയറ്റിപ്പഴപ്പിന് മാർഗമില്ലാത്ത ആളുകളാണ് സ്വന്തം മക്കളെ, ചികിത്സയ്ക്ക് നിവർത്തിയില്ലാത്ത ആളുകളാണ് സ്വന്തം മോൻ ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്നത്, യവനെ പിടിച്ച് അകത്തിടണമെന്ന് പറഞ്ഞ് പോലീസുകാരെ വിളിച്ചു വരുത്തി അകത്തിടിയിച്ചത്. ഇതും ഒരു തന്ത. സത്യം പറഞ്ഞ് ഇങ്ങേറെ വീട്ടിനകത്ത് കയറില്ല അവനെ ആദ്യം തപ്പണമായിരുന്നു. അവൻ പൊള്ളാച്ചിയിലുണ്ടാ അല്ലെങ്കിൽ വീട്ടിനകത്ത് കുളിമുറിയിലുണ്ടാ എന്നൊക്കെ അവിടെ കയറി തപ്പുമ്പോൾ കണ്ടേനെ. 10 ഗുണം 10 ഗുണം. അല്ല ഇവരൊക്കെ സാധാരണക്കാരെ പോലെ തന്നെ. ഇയാൾ എന്തൊരു കണ്ടിട്ടാണ് ഈ കിടന്ന് തിളയ്ക്കണല്ലോ. വേറൊന്നും പറയാല്ലേ, എന്തൊരു ഒരു പ്രത്യേകത ഉള്ള പോലെ. നിങ്ങൾക്കാർക്കും ഒരു പ്രത്യേകതകളും ഇല്ല. യവൻ ലഹരി ഉപയോഗിച്ച ഉപകരണങ്ങൾ വരെ അവിടുന്ന് കണ്ടെടുത്തെന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ പറയണത് കേട്ട് അവിടെ നിന്നൊന്നും കിട്ടിയില്ല. എന്തൊക്കെയാണ് എന്തിനീ ഇവിടെ ഈ ജീവിക്കുന്ന ഈ നാട്ടിൽ. ഈ തല നിറച്ചവർക്കെങ്കിലും ഇത്തിരി വകതിരിവ് കാണുമെന്നും പറഞ്ഞാണ് അപ്പി നമ്മളൊക്കെ സമാധാനമായിട്ട് ഇവിടെ ഇപ്പോഴും ജീവിക്കണത്. ഒന്നും ഇല്ലെങ്കിൽ വീട്ടിലുള്ള മൂത്ത് നിറച്ച ആളുകളെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുക്കല്ല. ഇതിപ്പോൾ പിടിച്ചതിനേക്കാൾ വലുതാ അളയലെന്ന് പറഞ്ഞ പോലെ അവസ്ഥ. പിള്ളേരേക്കാൾ കിടയാണ് ദാണ്ട് ഇപ്പം മൂത്ത് നിറച്ചിരിക്കുന്ന സാധനങ്ങൾ. ഇനിയിപ്പോൾ അവരൊക്കെ കാണിക്കുന്ന പ്രഹസനങ്ങളും കണ്ട് വായും പൊളിച്ച് നമുക്ക് നോക്കിയിരിക്കാം. അല്ല എന്തൊരു ചെയ്യാൻ.